നമസ്കാരം. പിണറായി വിജയന് എന്നും എപ്പോഴും പാർട്ടിയിൽ പ്രത്യേക സ്ഥാനമാണുള്ളത്. ജയിക്കുമെന്നുറപ്പുള്ള സീറ്റ് നൽകി മരുമകന് ജയിപ്പിച്ചു മന്ത്രിയാക്കി, 2 പണം വാരി വകുപ്പുകളും നൽകി. പ്രായപരിധി മാനദണ്ഡം തനിക്ക് മാത്രം ബാധകമല്ലാതാക്കി. വാഴ്ത്തുപാട്ട് തനിക്ക് വേണ്ടി മാത്രമാക്കി. ചുരുക്കി പറഞ്ഞാൽ പിണറായിയുടെ തറവാട് സ്വത്താണോ CPM എന്ന പ്രസ്ഥാനമെന്ന് തോന്നിപ്പോകും നമുക്ക്. അടിമക്കമ്മികൾക്ക് പോലും ഈ സംശയമുണ്ടെങ്കിലും അവർക്ക് മിണ്ടാനുള്ള അവകാശമില്ല. മണിച്ചന്റെ പുനരവതാരം എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ G ശക്തിധരൻ ഇങ്ങനെ സമൂഹമാധ്യമത്തിൽ എഴുതുന്നു: മലയാളിയുടെ നാക്കിൻ തുമ്പത്ത് എപ്പോഴും ഇരിക്കുന്ന കുംഭകോണമാണ് 32 പേരുടെ ജീവൻ അപഹരിച്ച കല്ലുവാതുക്കൽ മദ്യ ദുരന്തം. മണിച്ചനെയും താത്ത എന്ന ഹൈറനിസയെയും ആർക്കാണ് ഓർമ്മയില്ലാത്തത്? 9 വർഷം കൊണ്ട് കേരളത്തെ ബാറുകളുടെയും ലഹരിമരുന്ന് കച്ചവടത്തിന്റെയും പറുദീസയാക്കി മാറ്റിയ 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം മെയ് 21-നാണ് കേരളം അടിപൊളിയായി ആഘോഷിക്കുന്നത്. ദ ലെജൻഡ് എന്ന വിഖ്യാത ഡോക്യുമെന്ററി കൂടി ഇറങ്ങുമ്പോൾ 2000-ലെ മണിച്ചന്റെ പുനരാവിഷ്കാരമാകും മലയാളികൾക്ക് ഓർമ്മയിൽ വരിക. 2000-ലെ ഡയറിയും കൂടി പുറത്തു വരണം. മണിച്ചന്റെ ഡയറിയിലെ ഒരു വാചകം ഓർമ്മയുണ്ടോ? ജയിലിൽ തെളിവെടുപ്പിന് പോയപ്പോൾ കണ്ട ഡയറിയിലെ വാചകം: എന്റെ മകളുടെ സഹപാഠിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന് കാഴ്ചവെക്കണമെന്ന് നിർബന്ധിക്കുന്നു. ആ ഉന്നതൻ ആരാണെന്ന് ആരും ഇനി പറയണ്ടല്ലോ. അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഒരു സംശയം: മണിച്ചന്റെ വ്യാജ മദ്യ വിൽപ്പനയ്ക്ക് കൂട്ടുനിന്നതിന്റെ പേരിൽ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും 3 വട്ടം നിയമസഭാംഗവുമായിരുന്ന സത്യനേശൻ അടക്കം 1 ഡസനോളം പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സമാനമായ മാസപ്പടി കേസിൽ SFIO കുറ്റപത്രം വരെ ആയിട്ടും എന്തുകൊണ്ട് പാർട്ടി നിലപാടെടുക്കുന്നില്ല? വെറും സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായും സത്യനേശന്റെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ ഉടൻ പുറത്താക്കി പിണ്ഡം വയ്ക്കും. എന്നാൽ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ മകൾക്കോ എതിരെ അന്വേഷണ ഏജൻസികളുടെ കുറ്റപത്രം വന്നാൽ പോലും ഒരു നടപടിയുമില്ലേ? ഇതെന്ത് ന്യായം MV ഗോവിന്ദൻ സഖാവേ? അതും ഇതും ഒരേ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ? ഈ പാർട്ടിക്ക് 2 ഭരണഘടനയുണ്ടോ? സത്യനേശനെ ശിക്ഷിച്ച അതേ പാർട്ടി നയം പിണറായി വിജയനും വീണ തായ്ക്കണ്ടിക്കും ബാധകമല്ലേ? ജനങ്ങളുടെ ഓർമ്മ പരീക്ഷിക്കുകയാണോ? ഓത്തന്മാരുടെ ഓർമ്മശക്തി പരീക്ഷിക്കുന്ന മത്സര പരീക്ഷ കഴിഞ്ഞേ മറ്റുള്ളവരുടെ ഓർമ്മശക്തി നോക്കുകയുള്ളൂ. അതിന് കവടി വേറെയാണോ? 29 ബാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 1000-ലധികം പുതിയ ബാറുകൾ അനുവദിക്കുമ്പോൾ വെബ്സൈറ്റിൽ അത് കാണിക്കാറില്ല. മുഖ്യ മുൻഗണന മദ്യവ്യാപനമാണല്ലോ. മദ്യമില്ലെങ്കിൽ മയക്കുമരുന്നുണ്ടാകും എന്നാണ് മന്ത്രിക്ക് ഭയം. ഒരു ഭാഗത്ത് മദ്യം, മറുഭാഗത്ത് മയക്കുമരുന്ന്. ലഹരി വ്യാപിപ്പിച്ചതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം. എന്നിട്ട് ലഹരിക്കെതിരെ എന്ന് പറഞ്ഞ് സർക്കാർ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. മയക്കുമരുന്ന് മാഫിയയെ വളർത്തുകയാണ് മന്ത്രി. എന്നിട്ട് വിളിച്ചു കൂവുന്നതോ ലഹരി മുക്ത കേരളം. ഇങ്ങനെയാണ് ശക്തിധരൻ എഴുതി അവസാനിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ജയിൽ മോചിതനായിട്ടും മണിച്ചൻ ഒരക്ഷരം ശബ്ദിക്കാത്തത്? ആരെയാണ് അയാൾ ഭയപ്പെടുന്നത്? ഉത്തരം എല്ലാവർക്കും അറിയാം. പിച്ച വാങ്ങിയ രാഷ്ട്രീയക്കാരന്മാരിൽ ഒരുത്തൻ പോലും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. അവരൊക്കെ പിന്നീട് മന്ത്രിമാരും പൊളിറ്റിക്കൽ സെക്രട്ടറിമാരും ഒക്കെയായി. ഗതികേടാണ്. ജനാധിപത്യത്തെ വിഭജിക്കുന്ന കള്ളക്കൂട്ടങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുന്നവന്റെ ഗതികേട്.